വിശുദ്ധമായ തിങ്കളാഴ്ച രാവും പവിത്രമാക്കപ്പെട്ടതാകുന്ന വെള്ളിയാഴ്ച രാവും സ്വലാത്ത് ചൊല്ലി 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 മദീനയിലെ രാജകുമാരനെ കണ്ടത്. കാണണമെങ്കിൽ ചെറുപ്പക്കാരാ, നീ നിന്റെ സിനിമ കാണൽ ഒഴിവാക്കണം. മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കാണൽ പാടേ നിർത്തണം. നിന്റെ കൈകൾ സുരക്ഷിതമാകണം. WWE അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് രാത്രിയിൽ കണ്ണു നട്ടിരിക്കുന്ന പ്രവണത നീ പരിപൂർണമായി ഒഴിവാക്കണം. ഇൻസ്റ്റഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ എന്ന് വേണ്ട സോഷ്യൽ മീഡിയയുടെ വിവിധ തരങ്ങളിലൂടെ, ആപ്പുകളിലൂടെ ഹറാമാകുന്ന നോട്ടവും കാഴ്ചയും സംസാരവും പെങ്ങളെ നീ നിർത്തൽ നിർബന്ധമാണ്. നിന്റെ ഭർത്താവ് അറിയാതെ മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായിട്ടുള്ള ചാറ്റിംഗ് ഇല്ലയോ, ആ ഭർത്താവ് അറിയാതെ മറ്റുള്ളവരെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി വിരിപ്പ് വിരിച്ച് കൊടുക്കലില്ലയോ, എല്ലാ അശ്ലീലതകളും പരിപൂർണമായി ഒഴിവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിന്റെ മാസമാണെന്ന് മുത്തുനബി മുഖേന പഠിപ്പിച്ചതായ റബ്ബിന്റെ മാസമാകുന്ന പവിത്രമായ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ. അല്ലാഹുവേ, പടച്ച റബ്ബേ, കള്ളു കുടിച്ചു പോയി അല്ലാ, വ്യഭിചരിച്ചു പോയി റബ്ബേ, സിനിമ കണ്ടുപോയി അല്ലാ, സീരിയൽ ദർശിച്ചു പോയി അല്ലാ, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോയി റബ്ബേ, അശ്ലീലമാക്കപ്പെട്ട റീൽസുകൾ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സമയങ്ങളെ ചെലവഴിച്ചു അല്ലാ, ടിക്ടോക്കിലായിക്കൊണ്ട് എന്റെ ജീവിതത്തെ ഹനിച്ചു കളഞ്ഞു റബ്ബേ, ഖുർആൻ ഓതാനുള്ള അവസരമുണ്ടായിരുന്നു, എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു അല്ലാ, ദിക്ർ ചൊല്ലാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. മദനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അരിവാ സ്വലാത്തിലൂടെ കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി തീർക്കാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, വർഷങ്ങളായ അവസരമുണ്ടായിട്ടും കൂട്ടുകാരൊക്കെ അതിൽ പ്രാമുഖ്യം കാണിച്ചിട്ടും താല്പര്യമില്ലാതെ പിറകോട്ട് വലിഞ്ഞു മാറി നിന്നവരെ, ഒരു വർഷം കൊണ്ട് 313 കോടി സ്വലാത്തിലേക്ക് നമുക്കൊന്ന് എത്തിപ്പെടാനുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഈ ഒരൊറ്റ മജ്‌ലിസിലൂടെ ഉണ്ടായി തീരണം. അല്ലാഹുവേ, പടച്ച റബ്ബേ, അതിന് നീ തൗഫീഖ് നൽകണേ നാഥാ. എല്ലാ മോശപ്പെട്ടതാകുന്ന സ്വഭാവ വൈകല്യങ്ങൾ മാറ്റി ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് പാരത്രിക ലോക വിജയത്തിന് വേണ്ടി നീ നിന്റെ ജീവിതത്തെ കൊണ്ടു നടക്കണം. നിന്റെ നമസ്കാരങ്ങൾ ചിട്ടവെക്കണം, നിന്റെ നോമ്പുകൾ ശ്രദ്ധയാകർഷിക്കണം. വിശുദ്ധമായ ശഅബാൻ നിന്റെ മുന്നിൽ കടന്നു വരുകയാണ്. ഈ ശഅബാൻ മാസത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട സലാത്തിന്റെ വിപ്ലവം അല്ലാഹു തീർത്തത്. ഇന്നല്ലാഹു വ മലായികത്തുഹു തുടങ്ങുന്ന അഹ്സാബ് സൂറത്തിലെ 56-ാമത്തെ ആയത്ത് ഇറങ്ങിയത് വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. പ്രവാചകരുടെ മാസമാണ് ശഅബാൻ. വ ശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് പരിശുദ്ധ പ്രവാചകൻ സ്വന്തത്തിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ്. അതുകൊണ്ട് ആ മാസത്തെ വരവേറ്റുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള മനസ്സിൽ ചെറുപ്പക്കാരാ, സഹോദര സഹോദരി,